ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റുബീന AS, ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ. നമ്മളിന്ന് ഓട്ടോകാഡിൻ്റെ പാർട്ട് 2 ആണ് ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. മോഡിഫയിങ് ടൂൾ ബാർ. പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസസ് ഓഫ് ഓട്ടോകാഡ്, ഡ്രോയിങ് ടൂൾ ബാർ, വ്യൂ ടൂൾ ബാർ ഒക്കെയാണ്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ ബാർ ആണ് മോഡിഫയിങ് ടൂൾ ബാർ. So modifying toolbar എന്താണെന്ന് നോക്കാം. It contain modifying commands which are used to modifying the existing object. Thus it helps to prepare final drawing, incorporating the necessary changes and a lot of time is saved. So modifying toolbar നമുക്ക് modifying കമാൻഡുകളാണ് ലഭിക്കുന്നത്. മോഡിഫൈങ് കമാൻഡ് ഉപയോഗിച്ച് എക്സിസ്റ്റ് ചെയ്യുന്ന ഡ്രോയിങ്ങിനെ ചേഞ്ച് ചെയ്ത് ടൈം സേവ് ചെയ്തുകൊണ്ട് നമുക്ക് ഫൈനൽ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുള്ളായി യൂസ് ചെയ്യാം. Modifying toolbar contains the properties such as the erase, copy, mirror, offset, array, move, rotate, scale, trim, extend, explode, etc. So modifying toolbarലുള്ള മെയിൻ ആയിട്ടുള്ള കമാൻഡുകളാണ് erase, copy, mirror, offset, array, move, rotate, scale, trim, extend, explode എന്നുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നത് modifying toolbar ആണ്. ഫസ്റ്റ് വൺ erase, സെക്കൻഡ് വൺ copy, third one mirror, fourth one offset, fifth one array, sixth one move, seventh one rotate, eighth one scale, ninth one stretch, 10th one trim, 11th one extend. Then അടുത്ത് വരുന്നത് ഒരു ബ്രേക്ക് ദി പോയിന്റ് ആണ്, അതിൻ്റെ ആവശ്യമില്ല. then next break, next join, chamfer, fillet, എക്സ്പ്ലോഡ്, ഇങ്ങനെയാണ് വരുന്നത് കമാൻഡ്. മോഡിഫയിങ് ടൂൾ ബാർ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. മോഡിഫയിങ് ടൂൾ ബാർ നമുക്ക് മോഡിഫയിങ് മെനുവിൽ നിന്ന് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ടൂൾ ബാർ സെപ്പറേറ്റ് എടുത്ത് ഫ്ലോട്ടഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡോക്ക്ഡ് ആയിട്ടോ നമുക്ക് സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മോഡിഫൈ ടൂൾ ബാറിലെ ഫസ്റ്റ് കമാൻഡാണ് എറൈസ്. എറൈസിൻ്റെ സിമ്പിളാണ് സൈഡ് കൊടുത്തിരിക്കുന്നത്. എറേസ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു റിമൂവിങ് ദി സെലക്റ്റഡ് ഒബ്ജക്റ്റ് ഫ്രം എ ഡ്രോയിങ്. അപ്പോൾ ഡ്രോയിങ്ങിൽ ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യുന്നതിനാണ് എറേസ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു കമാൻഡ് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ഐദർ നമുക്കത് ടൂൾ ബാറിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മെനു ബാറിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കമാൻഡ് ഏരിയയിൽ ടൈപ്പ് ചെയ്ത് ഷോർട്ട് കട്ട് മെനു ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമാൻഡ് വർക്കാവും. സോ എറേസ് എന്നുള്ള കമാൻഡ് വർക്കാകുന്നതിന് ഐദർ നമ്മൾ കമാൻഡ് ബോക്സിൽ എറേസ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്യുക. സോ എറേസിൻ്റെ ഷോർട്ട് കീ ആണ്. അതിൻ്റെ ഐക്കൺ അല്ലെങ്കിൽ ടൂൾ ബാർ, മോഡിഫയിങ് ടൂൾ ബാറിൽ അതിൻ്റെ സിമ്പിളാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. എറേസ് നമുക്ക് ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ കോപ്പി. കോപ്പി കമാൻഡ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റിംഗ് വൺ ഓർ മോർ കോപ്പീസ് ഓഫ് എ സെലക്റ്റഡ് ഒബ്ജക്റ്റ്. ഒരു സെലക്ട് ചെയ്ത ഒരു ഒബ്ജക്റ്റിൻ്റെ നമ്പർ ഓഫ് കോപ്പീസ്, സെയിം സൈസിലുള്ള നമ്പർ ഓഫ് കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പി എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. കോപ്പി മോഡിഫയിങ് ടൂൾ ബാറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. നമുക്ക് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രോയിങ് വർക്കുകൾ തീർക്കുന്നതിന് വേണ്ടി കോപ്പി എന്നുള്ള കമാൻഡ് വളരെയധികം യൂസ്ഫുൾ ആണ്. അതിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് കോപ്പി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ CO എൻ്റർ ചെയ്താൽ മതി, അല്ലെങ്കിൽ CP. ഇതിലേതെങ്കിലും ഒരു ഷോർട്ട് കീ ഉപയോഗിച്ച് നമുക്ക് കമാൻഡ് കോപ്പി വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിൻ്റെ സിമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മോഡിഫയിങ് ടൂൾ ബാറിൻ്റെ സെക്കൻഡ് ആയിട്ടുള്ള കമാൻഡാണ് കോപ്പി എന്നുള്ളത്. കോപ്പിയുടെ സിമ്പിളാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് മിറർ. മിറർ കമാൻഡ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റിംഗ് ദി മിറർ ഇമേജ് ഓഫ് എൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ മിറർ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മിറർ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഷോർട്ട് കീ ആണ് MI എൻ്റർ ചെയ്താൽ, അല്ലെങ്കിൽ മിറർ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ മിറർ എന്നുള്ള കമാൻഡ് വർക്ക് ചെയ്യും. അതിൻ്റെ സിമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്, സൈഡിൽ കൊടുത്തിരിക്കുന്നത് മിററിൻ്റെ ഐക്കൺ ആണ്. ദെൻ നമ്മൾ മിറർ MI എൻ്റർ ചെയ്യുന്ന സമയത്ത് അടുത്തത് ചോദിക്കുന്നത് പിക്ക് ദി ഒബ്ജക്റ്റ് വിച്ച് ആർ ടു ബി മിറേഡ് ആൻഡ് ദെൻ പ്രസ് എൻ്റർ കീ ആണ്. അതായത് ഏത് ഒബ്ജക്റ്റിനെയാണോ മിറർ ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. വീണ്ടും അത് ചോദിക്കും അത് ഏത് ആക്സിസിൻ്റെ ബേസിലാണ് നമ്മൾ മിറർ ചെയ്യുന്നത്. സോ മിറർ ആക്സിസ് കൂടി അവിടെ കാണിച്ചു കൊടുക്കണം. സോ ഒരു ഒബ്ജക്റ്റിനെ രണ്ട് രീതിയിൽ നമുക്ക് മിറർ ചെയ്യാം. ഐദർ ഒരു ഒബ്ജക്റ്റിനെ ലെഫ്റ്റ് വേർഡോ റൈറ്റ് വേർഡോ ചെയ്യാം, അല്ലെങ്കിൽ ഡൗൺ ഓർ അപ്പായി നമുക്ക്
മിറർ ചെയ്യാം. സോ ആക്സിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കണം. മിററിൻ്റെ ആക്സിസ് കൂടി കാണിച്ചു കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ മാത്രമേ മിറർ എന്നുള്ള കമാൻഡ് വർക്ക് ആവുകയുള്ളൂ. ദെൻ ഓഫ്സെറ്റ്. Offset command is used to creating a new object which has a shape of an object selected. This object can be copied to any place parallel to the old one. So offset എന്ന് പറയുന്നത് ഒരു പുതിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത അതേ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പും സൈസും ആയിരിക്കും. അത് നമുക്ക് എവിടെയും സ്ക്രീനിൽ എവിടെയും നമുക്ക് പ്ലേസ് ചെയ്യാം. ബട്ട് അത് ഓൾഡ് വണ്ണിനെ പാരലായി മാത്രമേ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് നമുക്ക് നമ്പർ ഓഫ് പാരലൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓഫ്സെറ്റ് എന്നുള്ള ഓഫ്സെറ്റ് എന്ന് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓഫ്സെറ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓഫ്സെറ്റ് ഇമേജുകളാണ്, പാരലൽ ഇമേജുകളാണ്. ഒരു സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ പാരലൽ ആയിട്ടുള്ള നമ്പർ ഓഫ് സർക്കിൾസ് ആണ് കിട്ടുക. ലൈൻ ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ ലൈൻസ് ആണ് കിട്ടുക. സോ ഓഫ്സെറ്റ് എന്നുള്ള കമാൻഡ് ബിൽഡിംഗ് ഡ്രോയിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമാൻഡാണ്. അതിൻ്റെ ഷോർട്ട് കീ ഓ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്സെറ്റിൻ്റെ കമാൻഡ് വർക്കാവും. ഐദർ ഓഫ്സെറ്റ് ഫുള്ളായി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സിമ്പിളാണ് സൈഡ് കാണിച്ചിരിക്കുന്നത്. ഓഫ്സെറ്റ് മോഡിഫൈഡ് ടൂൾ ബാറിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. ഓഫ്സെറ്റ് ഓ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹിയർ ടൈപ്പ് ദി ഡിസ്റ്റൻസ് ടു ദി ഓഫ്സെറ്റ് ആൻഡ് ദെൻ പ്രസ് എൻ്റർ സ്ക്രീൻ. നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്, എത്രയാണെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സോ നമ്മളിപ്പോൾ 10 മീറ്റർ അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് പാരലൽ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ 10 സെൻറ്റിമീറ്റർ എൻ്റർ ചെയ്യണം. അതിനുശേഷം ഏത് ഒബ്ജക്റ്റാണോ പാരലൽ ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് പോയിന്റിലേക്ക് മൗസ് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ പാരലൽ ലൈൻ വരും. സോ ചെയ്യേണ്ട പ്രൊസീജിയർ, ഫസ്റ്റ് നമ്മുടെ ഏത് ഓഫ്സെറ്റ് ഓ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ചോദിക്കും, അത് എൻ്റർ ചെയ്യുക. ദെൻ ഫസ്റ്റ് ഒബ്ജക്റ്റ് പാരലൽ ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, വീണ്ടും സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. പാരലൽ ആയിട്ടുള്ള നമ്പർ ഓഫ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എറേ. Array command is used to creating multiple copies of an object or objects in rectangular or a circular pattern. So these are two types of array, rectangular array and polar array. Array എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ കോപ്പി, ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ മൾട്ടിപ്പിൾ കോപ്പി റെക്റ്റാങ്കിൾ പാറ്റേണിലോ സർക്കുലർ പാറ്റേണിലോ അറേഞ്ച് ചെയ്യുന്നതിനാണ്. അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലുള്ള എറേ ആണുള്ളത്, റെക്റ്റാങ്കുലർ എറേ ഓർ പോളാർ. റെക്റ്റാങ്കുലർ അറേ അതായത് റെക്റ്റാങ്കിൾ പാറ്റേണിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡുള്ള സർക്കിൾ നമ്മൾ സർക്കിൾ പാറ്റേണിലാണ്, ഒരു സർക്കിളിൻ്റെ പെരിഫറലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അതാണ് പോളാർ എറേ എന്ന് പറയുന്നത്. സോ എത്ര ഡിഗ്രി വേണം, അതുപോലെ തന്നെ രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എറേ കമാൻഡ് ക്ലിക്ക് ചെയ്താൽ വരുന്ന ബോക്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന ടാഗ് ബോക്സിൽ നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണ് രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള ഡിഫറൻസ്, രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിഫറൻസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ പോളാർ ആകുന്ന സമയത്ത് എത്ര ആംഗിളിലാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്, ഫുൾ 360 ഡിഗ്രി ഒരു സർക്കിളിന് ചുറ്റുമാണോ അറേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഹാഫ് 180 ഡിഗ്രി, അങ്ങനെ ആംഗിൾ അറേഞ്ച്മെൻറ്റിനുള്ള ഓപ്ഷൻസും അവിടെ അവൈലബിൾ ആയിരിക്കും. സോ കമാൻഡ് എറേ വർക്ക് ചെയ്യുന്നതിന് AR എന്ന ഷോർട്ട് കീ എൻ്റർ ചെയ്താൽ മതി. സോ എറേ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് എറേ ആണ് ഡയലോഗ് ബോക്സിൽ റെക്റ്റാങ്കിൾ അറേ ആണോ പോളാർ അറേ ആണോ എന്ന് ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്പർ ഓഫ് കോപ്പീസും അതിന് തമ്മിലുള്ള ഡിസ്റ്റൻസും ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ സെക്കൻഡ് വൺ മൂവ്. Move command is used to move an object or object from a position to any required position without changing its size. ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസോ ഷേപ്പോ അതിൻ്റെ ഒരു കമാൻഡും അതായത് ഒരു പ്രോപ്പർട്ടിയും മാറാതെ അതിൻ്റെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നതിന് വേണം മൂവ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. രണ്ടിൻ്റെയും എറേയുടെ സിമ്പലും അതുപോലെ തന്നെ മൂവിൻ്റെ സിമ്പലും സൈഡ് കൊടുത്തിട്ടുണ്ട്. മൂവിൻ്റെ കമാൻഡ് M ആണ്, ഷോർട്ട് കീ M ആണ്. M എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൂവ് എന്നുള്ള കമാൻഡ് വർക്കാവും. സോ മൂവ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡിഫൈയിങ് കമാൻഡാണ്. കാരണം ഒബ്ജക്റ്റിൻ്റെ സൈസോ ഷേപ്പോ ചേഞ്ച് ചെയ്യാതെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ഒബ്ജക്റ്റിന് മാറ്റണമെങ്കിൽ മൂവ് എന്നുള്ള കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് റൊട്ടേറ്റ്. റൊട്ടേറ്റ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു റൊട്ടേറ്റ് ആൻ ഒബ്ജക്റ്റ് ത്രൂ എനി സ്പെസിഫൈഡ് ആംഗിൾ അബൌട്ട് ഇറ്റ്സ് ബേസ്. സോ ഒരു ബേസ് പോയിന്റിനെ ആധാരമാക്കി ഒരു ഒബ്ജക്റ്റിനെ ഏതൊരു ആംഗിളിലും ഏത് ആംഗുലാർ വാല്യൂയിലും റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് റൊട്ടേറ്റ് എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. റൊട്ടേറ്റ് എന്ന കമാൻഡിൻ്റെ ഐക്കണാണ് സൈഡ് കൊടുത്തിരിക്കുന്നത്. കമാൻഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഐദർ നമുക്ക് കമാൻഡ് ബോക്സിൽ റൊട്ടേറ്റ് എന്ന് എഴുതി ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ആറോ ഷോർട്ട് കീ ആണ്,
RO എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേറ്റ് എന്നുള്ള കമാൻഡ് വർക്കാവും. റൊട്ടേറ്റ് ചെയ്യുന്ന കമാൻഡ് RO എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഏത് ഒബ്ജക്റ്റിനെയാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് ബേസ് പോയിന്റിനെ ആധാരമാക്കിയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. ബേസ് പോയിന്റ് പിക്ക് ചെയ്യുക. അതിനുശേഷം എത്ര ആംഗുലാർ വാല്യൂവിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അതും എൻ്റർ ചെയ്ത് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മൗസ് ഉപയോഗിച്ച് നമ്മുടെ വ്യൂവിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് എൻ്റർ ചെയ്യാം. ഈ രണ്ട് മെത്തേഡാണുള്ളത്. നെക്സ്റ്റ് സ്കെയിൽ കമാൻഡ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദി സൈസ് ഓഫ് എൻ ഒബ്ജക്റ്റ് അക്കോർഡിംഗ് ടു ദി സ്കെയിൽ ഫാക്ടർ. ഒരു സ്കെയിൽ ഫാക്ടർ ടൈപ്പ് ചെയ്തുകൊണ്ട് ഒരു കംപ്ലീറ്റ് ഒബ്ജക്റ്റിനെ എൻലാർജ് ചെയ്യാനോ റെഡ്യൂസ് ചെയ്യാനോ നമുക്ക് സ്കെയിൽ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇഫ് സ്കെയിൽ ഫാക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ 1 ദി ഒബ്ജക്റ്റ് ഈസ് എൻലാർജ്ഡ്. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ഒബ്ജക്റ്റ് ഈസ് റെഡ്യൂസ്ഡ് ഇറ്റ്സ് സൈസ്. അതായത് സ്കെയിൽ ഫാക്ടർ ഒന്നിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ആ ഒബ്ജക്റ്റ് എൻലാർജ് ചെയ്ത് കാണിക്കും. ഒന്നിനെക്കാട്ടിയും കുറവാണെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കാണിക്കും. ഒരു ഒബ്ജക്റ്റിനെ ഡബിൾ ആക്കണമെങ്കിൽ സ്കെയിൽ ഫാക്ടർ 2 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ മതി. സോ അതിൻ്റെ ഡബിളായി വരും. സോ അതിൽ 0.5 ആണെങ്കിൽ അതിന് നേരെ ഹാഫായി വരും. സോ സ്കെയിൽ ഫാക്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ ഒരു പ്രോപ്പർട്ടിയും മാറാതെ എൻലാർജ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് സ്കെയിൽ എന്നുള്ള മോഡിഫയിങ് ടൂൾ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടി സ്കെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ SC എൻ്റർ ചെയ്താൽ മതി. അതിൻ്റെ ഐക്കണാണ് സൈഡ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ട്രിം കമാൻഡ് ഈസ് യൂസ്ഡ് ടു കട്ട് ഓഫ് എനി പാർട്ട് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും പാർട്ടുകൾ ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ട്രിം എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ട്രിം കമാൻഡ് വർക്ക് ആവണമെങ്കിൽ ഐദർ ട്രിം എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീയായ TR ഡബിൾ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ട്രിം കമാൻഡ് ഡയറക്റ്റ് വർക്ക് ആവുന്നതാണ്. അല്ലെങ്കിൽ ട്രിം കമാൻഡ് TR എൻ്റർ ചെയ്ത് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് വീണ്ടും എൻ്റർ ചെയ്യുക. ഈ രണ്ട് രീതിയിൽ ട്രിം കമാൻഡ് വർക്കും. ട്രിം കമാൻഡ് ഐക്കണാണ് സൈഡ് കൊടുത്തിരിക്കുന്നത്. ദെൻ extend command is used to extend an object up to a specified limit. It can be arc, elliptical arc or line. ആർക്കോ എലിപ്റ്റിക്കൽ ആർക്കോ ലൈനോ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്ത് സർട്ടേൺ ലിമിറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റെൻഡ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. ട്രിം കമാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഡ്രോ ചെയ്ത ഒരു പോർഷൻ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് സർട്ടേൺ ലിമിറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ കമാൻഡാണ് എക്സ്റ്റെൻഡ് EX ഷോർട്ട് കീ ആണ്. അതിൻ്റെ സിമ്പിളാണ് സൈഡ് കൊടുത്തിരിക്കുന്നത്. എക്സ്റ്റെൻഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. EX ടൈപ്പ് ചെയ്ത് സിംഗിൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് കമാൻഡ് വർക്ക് ആവുന്നതാണ്. ഐദർ ട്രിം കമാൻഡ് എൻ്റർ ചെയ്ത് ഷിഫ്റ്റ് കൂടി ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ട്രിം കമാൻഡ് കൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് ബ്രേക്ക് കമാൻഡ് ഈസ് യൂസ്ഡ് ടു എറേസിംഗ് പാർട്ട് ഓഫ് എൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 2 പോയിന്റ്. 2 പോയിന്റിൻ്റെ ഇടയിലുള്ള പോർഷൻസിനെ ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രേക്ക് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് എന്നുള്ള കമാൻഡ് വർക്കാകണമെങ്കിൽ ബ്രേക്ക് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ BR എൻ്റർ ചെയ്താൽ മതി. ബ്രേക്ക് കമാൻഡിൻ്റെ ഐക്കണാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ആ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ പോലെ ആദ്യം ബ്രേക്ക് കമാൻഡ് BR എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുകയും അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യുക. സോ അതിൻ്റെ ഇടയിൽ ആ 2 പോയിന്റിൻ്റെ ഇടയിലുള്ള പോർഷൻ ഡിലീറ്റ് ചെയ്ത് പോകും. ദെൻ നെക്സ്റ്റ് വൺ chamfer command is used to joining 2 non-parallel lines by drawing a bevel line at the distance. ഒരു certain distance ഉള്ള ഒരു bevel line വെച്ച് 2 പോയിന്റുകളെ തമ്മിൽ നോൺ പാരലൽ ലൈനുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ chamfer എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഐക്കണിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ പോർഷനെ, ഒരു റെക്റ്റാങ്കിൾ ഫിഗറിൻ്റെ രണ്ട് സൈഡിനെ ചാംഫർ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ബിവൽ എഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചാംഫർ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ആ ചാംഫറിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, എത്ര ഡിസ്റ്റൻസിലാണ് ചാംഫർ ചെയ്യേണ്ടതെന്ന്. സോ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് ചാംഫർ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡിസ്റ്റൻസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് 2 എഡ്ജ് തമ്മിലുള്ള നോൺ പാരലൽ ലൈനുകൾ ബിവൽ ചെയ്ത് ചാംഫേർഡ് ആയിട്ട് കിട്ടും. ഇതും വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡിഫയിങ് ടൂൾ ബാറാണ്. വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ചാംഫർ എന്ന് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഷോർട്ട് കീ CHA എൻ്റർ ചെയ്താൽ മതി, ചാംഫർ വർക്ക് ആവുന്നതാണ്. നെക്സ്റ്റ് ഫില്ലറ്റ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ജോയിനിങ് 2 നോൺ പാരലൽ ലൈൻസ്, എ ലൈൻ ആൻഡ് ആൻ ആർക്ക്, സർക്കിൾ, പോളിലൈൻ വിത്ത് എ ആർക്ക് സ്പെസിഫൈഡ് റേഡിയസ്.
ഒരു സ്പെസിഫൈഡ് റേഡിയസ് ഉള്ള ആർക്ക് ഉപയോഗിച്ച് രണ്ട് നോൺ പാരലൽ ലൈനുകളെ കണക്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ലൈനോ ആർക്കിൾ, അതുപോലെ ലൈൻ സർക്കിൾ, ലൈൻ പോളിലൈൻ ഇവയെ കണക്ട് ചെയ്യുന്ന ഒരു സ്പെസിഫൈഡ് ആർക്ക് വെച്ച് കണക്ട് ചെയ്യുന്നതിന് നമ്മൾ ഫില്ലറ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ഫില്ലറ്റിന് ഐദർ ഫില്ലറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ എഫ് എൻ്റർ ചെയ്യുക. ഫില്ലറ്റിൻ്റെ സിമ്പിളാണ് സൈഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സൈഡ് കൊടുത്തിരിക്കുന്ന ഐക്കണിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു റൗണ്ടഡ് എഡ്ജാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫില്ലറ്റ് എഫ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നത് എത്ര റേഡിയസിലാണ് ഫില്ലറ്റ് ചെയ്യേണ്ടതെന്നാണ്. സോ റേഡിയസ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് രണ്ട് നോൺ പാരലൽ ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ലൈനോ ആർക്കോ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ രണ്ട് ലൈനുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ആ റേഡിയസിലുള്ള സ്പെസിഫൈഡ് ആർക്ക് കണക്ട് ചെയ്ത് കിട്ടും. സോ ആ റൗണ്ടഡ് എഡ്ജ് കിട്ടും. Then stretch command is used to lengthen or shorten the line or an object. ഒരു ഒബ്ജക്റ്റിനെയോ ലൈനിനെയോ സ്ട്രെച്ച് ചെയ്യുക, ഒന്നില്ലെങ്കിൽ ലെങ്തൺ ഒരു certain പോർഷനെ മാത്രമേ ഇൻക്രീസ് ചെയ്യുക, അതുപോലെ ഡിക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്ട്രെച്ച് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. സ്ട്രെച്ച് ഓപ്ഷൻ്റെ കമാൻഡ് സ്ട്രെച്ച് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ ആയ എസ് എൻ്റർ ചെയ്യുക. സ്ട്രെച്ചിൻ്റെ ഐക്കണാണ് ഇവിടെ സൈഡ് കൊടുത്തിരിക്കുന്നത്. സോ ഫില്ലറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. മെഷീൻ പാർട്സ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് റൗണ്ടഡ് എഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോക്യാഡിലെ മോഡിഫൈങ് ടൂളാണ് ഫില്ലറ്റ് എന്ന് പറയുന്നത്. സ്ട്രെച്ചിൻ്റെ ചാംഫറിൻ്റെയും ഫില്ലറ്റിൻ്റെയും സെയിം ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഫില്ലറ്റിൻ്റെ റേഡിയസ് 0 കൊടുത്തു കഴിഞ്ഞാൽ അത് ചാംഫറായും വർക്ക് ആവുന്നതായിരിക്കും. സ്ട്രെച്ച് ഒരു സെർട്ടൈൻ പോർഷനെ മാത്രം ലെങ്ത് ചെയ്യാനും ഷോർട്ടൺ ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്ട്രെച്ച് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സ്പ്ലോഡ്. Explode command is used to split compound object like polyline, block, rectangle, etc. ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വരച്ച ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള ഫിഗറിനെ നമുക്ക് സിംഗിൾ ആയി സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്പ്ലോഡ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുന്ന സമയത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ 4 സൈഡും കംപ്ലീറ്റ് ഒറ്റ ക്ലിക്കിൽ തന്നെ സെലക്ട് ആവും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി 4 ലൈനും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളത് സെലക്ട് ചെയ്ത് എക്സ്പ്ലോഡ് ക്ലിക്ക് ചെയ്ത് എക്സ് എൻ്റർ ചെയ്ത് ആ സെലക്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ 4 ലൈനും സ്പ്ലിറ്റ് ചെയ്ത് സിംഗിൾ എൻറ്റിറ്റിയായി മാറും. 4 കമ്പൈൻഡ് ആയിട്ടുള്ള ലൈനും സിംഗിൾ എൻറ്റിറ്റിയായി നമുക്കത് ഒന്നിന് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ, ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോളിലൈൻ, ബ്ലോക്ക് ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് സിംഗിൾ ആക്കാൻ പറ്റുന്നതിനാണ് എക്സ്പ്ലോഡ്. എക്സ്പ്ലോഡിന് എക്സ് എൻ്റർ ചെയ്തതിന് എക്സ് ആണ് എക്സ്പ്ലോഡിൻ്റെ ഷോർട്ട് കട്ട് കീ. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡിഫയിങ്ങിലെ ഐക്കണുകൾ, അതായത് കമാൻഡുകൾ. എറേസ്, കോപ്പി, മിറർ, ഓഫ്സെറ്റ്, എറേ, മൂവ്, റൊട്ടേറ്റ്, സ്കെയിൽ, സ്ട്രെച്ച്, ട്രിം, എക്സ്റ്റെൻഡ്, ബ്രേക്ക്, ജോയിൻ, ഫില്ലറ്റ്, ചാംഫർ ആൻഡ് എക്സ്പ്ലോഡ്. നെക്സ്റ്റ് dimensioning commands. Every dimension has its own style associated with either default or assigned. Available dimension commands are, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻ കമാൻഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 11 ഡയമെൻഷൻ കമാൻഡ്. ഡയമെൻഷനിങ് എന്താണെന്ന് അറിയാം. ഒരു ഒബ്ജക്റ്റ് വരച്ച് കഴിഞ്ഞിട്ട് ഒരു എഞ്ചിനീയറിംഗ് പെർസ്പെക്ട് വ്യൂവിൽ അതിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ആ ഡ്രോയിങ്ങിൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ, ലീനിയർ മെഷർമെൻറ്റ് ആൻഡ് ആംഗുലർ മെഷർമെൻറ്റ്, റേഡിയസ്, ഡയമീറ്റർ ഇതൊക്കെ ഡിനോട്ട് ചെയ്യുന്നതിനാണ് ഡയമെൻഷനിങ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. 11 ഡയമെൻഷനിങ് കമാൻഡുകളാണുള്ളത്. ഫസ്റ്റ് ലീനിയർ ഡയമെൻഷനിങ്, സെക്കൻഡ് അലൈൻഡ് ഡയമെൻഷനിങ്, then ordinate dimensioning, radius dimensioning, diameter dimensioning, angular dimensioning, baseline dimensioning, continue dimensioning, leader, tolerance and central mark. ഇതൊക്കെ ആ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഡയമെൻഷൻ ചെയ്യുന്ന ഒരു ലീനിയർ ആയിട്ടുള്ള മെഷർമെൻറ്റ് ചെയ്യുന്നതാണ് ലീനിയർ ഡയമെൻഷനിങ്. ഇൻക്ലൈൻഡ് പാർട്ട് ആണെങ്കിൽ അത് അലൈൻഡ് ഡയമെൻഷനിങ്. ദെൻ റേഡിയസ്, ഡയമീറ്റർ, ഒരു സർക്കിളിൻ്റെയോ ആർക്കുലർ പാർട്ട് ആർക്കിൻ്റെയോ എലിപ്റ്റിക്കൽ ആർക്കിൻ്റെയോ റേഡിയസോ ഡയമീറ്ററോ സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റേഡിയസ് ഡയമെൻഷനിങ് ആൻഡ് ഡയമീറ്റർ ഡയമെൻഷനിങ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇനി ആംഗുലർ വാല്യൂ ഡയമെൻഷൻ ചെയ്യണമെങ്കിൽ ആംഗുലർ ഡയമെൻഷനിങ് യൂസ് ചെയ്യും. ഒരു ബേസ് ലൈനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി സിംഗിൾ എൻറ്റിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതിനാണ് ബേസ് ലൈൻ ഡയമെൻഷനിങ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയമെൻഷനിങ് കമാൻഡ്സ്. പ്ലോട്ടിംഗ് ഓഫ് ഡ്രോയിങ്സ്. Printing or plotting of a drawing can be done by using a printer or a plotter. Print or plot command. Various input facilities are available for printing a drawing: keyboard, menu bar, toolbar with a mouse. By using these options, we get a plot setting tab. We can change the name of a printer, size of the paper, drawing orientation, scale and selection options like window and preview etc. സോ നമുക്ക് പ്ലോട്ടിംഗ്, ഒരു പ്രിൻ്ററോ പ്ലോട്ടറോ ഉപയോഗിച്ചാണ് നമ്മൾ വരച്ചെടുത്തിരിക്കുന്ന ബിൽഡിംഗ് പോലുള്ള ഡ്രോയിങ്ങുകൾ പ്രിൻ്റ് ചെയ്തെടുക്കുന്നതിന്.
പ്രിന്റ് എന്നുള്ള കമാൻഡ്, പ്ലോട്ട് എന്നുള്ള കമാൻഡ് ഐദർ പ്രിന്റ് എന്ന് ടൈപ്പ് ചെയ്യുക കീബോർഡ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ മെനു ബാറിൽ പ്രിന്റ് എന്നുള്ള കമാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ടൂൾ ബാറിലുണ്ട്, മൗസ് ഉപയോഗിച്ച് ടൂൾ ബാറിൽ നമുക്ക് പോയി പ്രിന്റ് എന്നുള്ള കമാൻഡ് ക്ലിക്ക് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാം. പ്രിന്റ് എന്ന കമാൻഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സെറ്റിംഗ് ടാബ് കിട്ടും. അതിൽ നമുക്ക് നെയിം ഓഫ് എ പ്രിന്റർ, ഒന്നിലധികം കൂടുതൽ പ്രിന്റർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് പ്രിന്ററിലാണ് നമുക്ക് പ്രിന്റ് ചെയ്യുന്നത് ആ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പേപ്പറിൻ്റെ അത് വേരി ചെയ്യാം, A3 A4 അങ്ങനെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡ്രോയിങ് ഓറിയൻറ്റേഷൻ, ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ അങ്ങനെയുള്ള ചേഞ്ചുകൾ വരും. സ്കെയിൽ ഫാക്ടർ, നമ്മൾ വരച്ച ഡ്രോയിങ്ങിനെ എത്ര സ്കെയിൽ വെച്ചാണ് അതിനെ എൻലാർജ് ചെയ്ത് നമുക്കത് പ്രിന്റ് ചെയ്യണോ അങ്ങനെയുള്ള സെറ്റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ സെലക്ഷൻ ഓപ്ഷൻ, ഏത് ഒബ്ജക്റ്റിനെയാണ് പ്രിന്റ് ചെയ്യേണ്ടത് അതിന് സെലക്ഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ യൂസ് ചെയ്യുന്ന വിൻഡോ എന്നുള്ള കമാൻഡാണ്. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത വിൻഡോ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് പ്രിന്റ് ചെയ്യേണ്ട ഡ്രോയിങ്ങിൻ്റെ പ്രിവ്യൂസ്, ഇത്രയൊക്കെ സെറ്റിംഗ് ടാബ്, പ്രിന്റിൻ്റെ സെറ്റിംഗ് ടാബ് വെച്ചിട്ട് കിട്ടും. സോ പ്രിന്റ് പ്ലോട്ട് കമാൻഡ് എടുക്കണമെങ്കിൽ നമുക്ക് മെനു ബാറിൽ പോയി എടുക്കാം, അല്ലെങ്കിൽ കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ടൂൾ ബാറിലുണ്ട്. ഈ 3 മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രിന്റ് അല്ലെങ്കിൽ പ്ലോട്ട് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഫൈനലി നമ്മൾ ഡ്രോ ചെയ്ത് ഓട്ടോകാഡിൽ വരച്ചിരിക്കുന്ന ഡ്രോയിങ്ങുകൾ പ്രിന്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഓട്ടോകാഡ് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയി യൂസ് ചെയ്യുന്ന കമാൻഡുകളെ കുറിച്ചാണ് നമ്മൾ ഓട്ടോകാഡ് എന്നുള്ള സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. പാർട്ട് 1-ൽ നമ്മൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഓഫ് ഓട്ടോകാഡ്, ഒരു ഓട്ടോകാഡ് വിൻഡോ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ ബാറുകൾ, അതിൽ ടൈറ്റിൽ ബാർ, മെനു ബാർ, ടൂൾ ബാറുകൾ, അതുപോലെ തന്നെ സ്റ്റാറ്റസ് ബാർ, കമാൻഡ് ബാർ, ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. UCS ഐക്കൺ, കേഴ്സർ, ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. പാർട്ട് 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോഡിഫൈങ് ടൂൾ ബാർ ആണ് മെയിനായി ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഓരോ കമാൻഡും അതിൻ്റെ വർക്കിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസും അതിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ഡയമെൻഷനിങ് കമാൻഡ്സുകൾ, മെയിനായിട്ട് ഡയമെൻഷനിങ് യൂസ് ചെയ്യുന്ന കമാൻഡുകൾ, പ്രിൻറ്റിങ്, ഫൈനലി നമുക്ക് ഡ്രോയിങ് പ്രിൻറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ പ്രിൻറ്റ് ഓർ പ്ലോട്ട് കമാൻഡ്, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇതോടുകൂടി ഓട്ടോകാഡിൻ്റെ തിയറി പോർഷൻ കഴിഞ്ഞു. സോ താങ്ക് യു.